ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. 16ാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ കോൺഗ്രസിന് പകരം ലീഗ് സ്ഥാനാർത്ഥി എത്തുന്നതും തുടർന്നുണ്ടായ ആഭ്യന്തര കലഹങ്ങളും രാഷ്ട്രീയ ലോകം ഏറെ താൽപര്യത്തോടെയാണ് വീക്ഷിക്കുന്നത്. 16ാം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന ചേലക്കരയിൽ UDF പാളയത്തിൽ വൻ രാഷ്ട്രീയ നീക്കങ്ങളാണ് നടക്കുന്നത്. മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസിന് പകരം മുസ്ലിം ലീഗ് പ്രതിനിധിയാകും ഇത്തവണ UDFനായി മത്സരരംഗത്തിറങ്ങുക. പതിറ്റാണ്ടുകളായി കോൺഗ്രസ് മാത്രം മത്സരിച്ചു വന്ന സീറ്റ് ലീഗിന് വിട്ടു നൽകിയത് രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ നിർണായക തീരുമാനം വന്നതോടെ കോൺഗ്രസിനുള്ളിൽ കടുത്ത അതൃപ്തി പുകയുന്നുണ്ട്. പാരമ്പര്യമായി പാർട്ടി കൈവശം വെച്ചിരുന്ന സീറ്റ് വിട്ടു നൽകിയതിനെതിരെ പ്രാദേശിക നേതാക്കളും അണികളും പരസ്യമായി രംഗത്തെത്തിക്കഴിഞ്ഞു. മണ്ഡലം തിരിച്ചുപിടിക്കാൻ ലീഗ് വോട്ടുകളുടെ ഏകീകരണം ഗുണകരമാകുമെന്ന് മുന്നണി നേതൃത്വം അവകാശപ്പെടുമ്പോഴും പ്രവർത്തകർക്കിടയിലെ മുറുമുറുപ്പ് തിരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിക്കുമോ എന്ന ആശങ്ക ബാക്കിയുണ്ട്. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് മുസ്ലിം ലീഗ് നേതൃത്വം ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥിയെ അടുത്ത 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്ന് ലീഗ് നേതൃത്വം അറിയിച്ചു. ഇടതുമുന്നണിയുടെ കരുത്തുറ്റ കോട്ടയായ ചേലക്കരയിൽ ലീഗ് സ്ഥാനാർത്ഥിയെ ഇറക്കിയുള്ള ഈ രാഷ്ട്രീയ പരീക്ഷണം വോട്ടർമാർ എങ്ങനെ സ്വീകരിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. CCV ന്യൂസ്, ചേലക്കര.